എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ ഇതോടെ പോവോ? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. എനിക്കിന്ന് ഷൂട്ടുണ്ട്. എന്ത് ഷൂട്ട്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതാണ്. ഇന്നലെ പറഞ്ഞ ഷൂട്ട് മാറ്റി വെച്ചെന്നല്ലേ? പെട്ടെന്ന് വിളി എന്ത് പെട്ടെന്ന്? കോർഡിനേറ്ററുടെ വിളി വന്നാണ്. ഏത് കോർഡിനേറ്റർ? നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? അതെന്തിനാ നീ അറിയണേ? നീ ഏതാടാ നായേ? നിനക്കെല്ലാ കോർഡിനേറ്റർമാരെ അറിയോ? എങ്ങനെ? എങ്കിലും കോർഡിനേറ്റർമാർക്ക് പേരിലടി. അതെന്തിനാ നീ അറിയണേ? നീ ഷൂട്ടിനാന്ന് പറഞ്ഞു പോകുമ്പോ ഞാൻ വല്ലതും ചോദിക്കാൻ വരാറുണ്ടാ? എനിക്ക് എന്നെ നല്ല വിശ്വാസമാ, പക്ഷെ എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല. എന്താ കർത്താവ്യ നമ്മളീ കണ്ടത്? ഇതിനെ ഉന്മാദം എന്ന് പറയും, പച്ച മലയാളത്തിൽ ഭ്രാന്ത്. എനിക്കറിയാടി നിനക്ക് വരെ കിട്ടിയെന്ന്. അതുകൊണ്ടല്ലേ നീ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കണത്. നീയൊക്കെ അപ്പക്കാണെന്ന് ഒരപ്പാന്ന് വിളിക്കുന്ന സ്വഭാവക്കാരാ നീയൊക്കെ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവനെന്താ വല്ല വട്ടുണ്ടോ? എന്റെ ഗതികേടിനാ നീ തലയിലായത്. അത് ഓർക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എവനാള് കൊള്ളാം. എന്റെ കൂട്ടുകാരൻ നിന്നെ പലയിടത്ത് വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിട്ടില്ല, പക്ഷെ എനിക്കിപ്പോ എല്ലാം മനസ്സിലായടി. ഓ മനസ്സിലായോ? ഇനിയെങ്കിലും എന്നെ എന്റെ വഴിക്ക് വിട് പ്ലീസ്. ഇത് ഞാൻ സമ്മതിക്കാടി. അത് നീ അല്ല തീരുമാനിക്കേണ്ടത്, നാശം പിടിക്കാനായിട്ട്. പോലെ പോലെ പോലെ. നീ എന്താടി ഇത്ര താമസിച്ചേ? എന്നും വിടണ്ടേ? എന്നും വിട്ടില്ല. ആ പെട്രോളി നിന്നെ വിട്ടില്ല അല്ലേ? വാ നമുക്ക് പോകാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?